ബംഗ്ലാദേശ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യൻ സൈന്യത്തെ മാത്രം ഭയപ്പെട്ടാൽ പോരാ, പാമ്പിനെയും മുതലയും ഒക്കെ ഭയക്കണം. സാധാരണ രീതിയിലുള്ള വേലികൾ കെട്ടാൻ സാധിക്കാത്ത അതിർത്തിയിലെ ചില ദുർഘടമായ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലൊരു പദ്ധതി പരിഗണിക്കുന്നത്. 4096 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഏകദേശം 175 കിലോമീറ്ററോളം പുഴകളും ചതുപ്പുകളുമാണ്. ഇവിടെ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുക എന്നുള്ളത് പ്രായോഗികമല്ല. ഈ സാഹചര്യത്തിലാണ് പ്രകൃതിദത്ത മാർഗങ്ങൾക്കായി അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നദീതീരങ്ങളും ചതുപ്പ് നിലങ്ങളും കേന്ദ്രീകരിച്ചുള്ള നുഴഞ്ഞുകയറ്റം തടയാൻ പാമ്പുകളെയും മുതലകളെയും പ്രതിരോധ മാർഗങ്ങളായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആഭ്യന്തര ചർച്ചകൾ നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്നാൽ ഔദ്യോഗിക ഉത്തരവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. സാധാരണ അതിർത്തി വേലികൾ നിർമ്മിക്കാൻ സാധിക്കാത്ത ദുർഘടമായ പ്രദേശങ്ങളാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏകദേശം 4096 കിലോമീറ്ററോളം നീളമുള്ള അതിർത്തിയിൽ 175 കിലോമീറ്ററോളം നമുക്ക് അവിടെ ചതുപ്പ് നിലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും അവിടെ ഭൗതികമായ രീതിയിൽ സൈന്യത്തെ ഉപയോഗിച്ച് നടത്തുക എന്നുള്ളത് അത്രയും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് മറ്റൊരു മാർഗത്തെക്കുറിച്ച്, ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിച്ചത്. ഈ പദ്ധതികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. പദ്ധതികളുടെ ചർച്ചകൾ ആദ്യഘട്ടത്തിലാണ്. നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും സൂചനയുണ്ട്. അതേസമയം അത്യാധുനിക സാങ്കേതിക വിദ്യകളായ ഡ്രോണുകൾ, സെൻസറുകൾ, ക്യാമറകൾ ഇവ ഉപയോഗിച്ച് അതിർത്തിയിലെ നിരീക്ഷണം BSF ശക്തമാക്കുന്നുണ്ട്. കിഴക്കൻ അതിർത്തിയിലെ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും തടയുന്നതിനുള്ള കർശന നടപടികളുടെ ഭാഗമാണിത്. ഈ വർഷം ജനുവരിയിൽ പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ BSF സൈനികർ 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പിടിച്ചെടുത്തിരുന്നു. അന്താരാഷ്ട്ര അതിർത്തി വേലിക്ക് സമീപം സംശയാസ്പദമായി കണ്ട ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് പക്ഷേ ഔദ്യോഗിക ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് BSF വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനൊരു ചർച്ച, അങ്ങനെ ഒരു സജഷൻ വന്നിട്ടേ ഉള്ളൂ. നിർദ്ദേശം ചർച്ചാഘട്ടത്തിൽ മാത്രമാണെന്നും ഭാവിയിൽ ഇത് നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും അധികൃതർ തന്നെ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കിഴക്കൻ അതിർത്തിയിലെ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം. ഈ വർഷം ജനുവരിയിൽ ബംഗാളിലെ നാദിയ ജില്ലയിൽ BSF നടത്തിയ പരിശോധനയിൽ 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. എന്തായാലും ഇത്തരത്തിലൊരു മാർഗം സൈന്യം അവലംബിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ BSF ഇത്തരം ഒരു നടപടി കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശുകാരായ നുഴഞ്ഞുകയറ്റക്കാർക്ക് അത് വലിയൊരു അടി തന്നെയാണ്. പ്രാദേശിക ആയുധങ്ങൾ ഉപയോഗിച്ച് കള്ളക്കടത്തുകാർ BSF ജവാന്മാരെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്തായാലും അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിന് ശക്തമായ തടയിടുക എന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലൊരു പുതിയ നടപടി സ്വീകരിക്കാൻ BSF ഒരുങ്ങുന്നതിന് പിന്നിൽ എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.